2019 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ കോമഡി ഹൊറർ മൂവിയാണ് റെഡി ഓർ നോട്ട്. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിന് തന്നെ ഒളിച്ചു കളിക്കേണ്ടി വരുന്ന ഒരു പാവം പെൺകുട്ടിയുടെ കഥ. ചെന്ന് കയറി കൊടുത്തത് ഒരു വട്ട് ഫാമിലിയിലേക്കാണെന്ന് പാവം പെണ്ണറിഞ്ഞില്ല. ഈ കളിയില് ആര് ജയിക്കുന്നോ അവർക്ക് ജീവൻ തിരിച്ചു കിട്ടും, തോൽക്കുന്നവര് മരിക്കും. കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. സിനിമയുടെ തുടക്കത്തിൽ ആരെയോ പേടിച്ചോടുന്ന രണ്ട് കുട്ടികളെയാണ് കാണിക്കുന്നത്. അലക്സ് ആൻഡ് ഡാനിയേൽ സഹോദരങ്ങളാണ്. എവിടെ നോക്കിയോ ആരൊക്കെ വെടിവെക്കുന്ന ശബ്ദങ്ങളും കേൾക്കാം. അങ്ങനെ ഓടി ഓടി ഒരു അലമാരയുടെ അടുത്തെത്തിയതും ഡാനിയേൽ അലക്സിനെ ആ അലമാരയുടെ ഉള്ളിലേക്ക് കയറ്റി ഒളിപ്പിക്കുന്നു. ആ നിമിഷം തന്നെയാണ് ഒരാൾ ഡാനിയലിന്റെ അടുത്തേക്ക് വരുന്നതും. ഡാനിയേൽ പ്ലീസ്, അവരെന്നെ കൊല്ലാൻ നോക്കുവാണ്, എന്നെ സഹായിക്കണം. അയാളുടെ വയറ്റിലായിട്ട് ഒരു അമ്പ് കൊണ്ടിരിപ്പുണ്ട്. എന്നാൽ ആ കുരുപ്പ് സഹായിക്കുമെന്ന് കരുതിയാലോ? അവൻ ഇവിടെയുണ്ട്, എല്ലാരും ഓടിവാ എന്നുറക്കെ ഒരു വിളിച്ചു പറയല്. ആ സെക്കൻഡിൽ തന്നെ അയാളെ വേട്ടയാടുന്ന ആൾക്കാർ അവിടേക്ക് എത്തിയിരുന്നു. കുറെ മുഖംമൂടി വെച്ച ആൾക്കാർ. ആ കൂട്ടത്തില് കല്യാണ വേഷത്തിലുള്ള ഒരു പെണ്ണ് അയാളെ ഒന്നും ചെയ്യരുതെന്ന് നിലവിളിച്ച് കരയുന്നുണ്ട്. പക്ഷേ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും കൂടി അയാളുടെ ദേഹത്തേക്ക് വീണ്ടും അമ്പുകൾ എയ്യുകയാണ്. ശേഷം അയാളെ പിടിച്ചു വലിച്ചഴിച്ചുകൊണ്ട് എങ്ങോട്ടോ പോകുന്നു. അത് കല്യാണ ചെറുക്കനായിരുന്നു കേട്ടോ. എല്ലാം കഴിഞ്ഞതും അതിലൊരു സ്ത്രീ ഡാനിയലിന്റെ അടുത്തേക്ക് വരുന്നു. ഡാനിയേൽ, എനിക്ക് നിന്നെ കുറിച്ച് ഓർത്ത് നല്ല അഭിമാനമുണ്ട്. അതും പറഞ്ഞ് അവര് മറ്റുള്ളവരുടെ കൂടെ പോകുന്നു. പിറകെ തന്നെ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന പോലെ ആ കല്യാണ പെണ്ണും. പിന്നീട് കാണിക്കുന്നത് 30 വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ്. ഇന്നൊരു കല്യാണം നടക്കുകയാണ്, അലക്സിന്റെ കല്യാണം. അലമാരയിൽ ഒളിച്ചിരുന്ന ആ കൊച്ചുകുട്ടിയിലെ അലക്സ്, അവനിപ്പോൾ വളർന്ന മുട്ടനായി അവന്റെ കല്യാണമാണ് നടക്കുന്നത്. ദേ ഇവളാണ് കല്യാണ പെണ്ണ്, പേര് ഗ്രേസ്, നമ്മുടെ ഈ മൂവിയിലെ നായിക. ഡാനിയൽ ഒഴികെ അലക്സിന്റെ വീട്ടിലുള്ളവർക്കൊന്നും ഗ്രേസിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. കാരണം അവളൊരു അനാഥയാണ്. അലക്സിന്റേത് വലിയ പണക്കാരുടെ കുടുംബവും. അവന് ഇതിലും നല്ലൊരു പെണ്ണിനെ കിട്ടിയെന്നാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് അവളെ ആർക്കും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാകാത്തതും. പ്രത്യേകിച്ചും ദേ ഈ അമ്മമ്മയ്ക്ക്. നോട്ടം തന്നെ കണ്ടില്ലേ ദഹിപ്പിക്കും പോലെ. ഷെടാ, ഇവരെന്താ ഇങ്ങനെ നോക്കുന്നത്? അവരുടെ ആ നോട്ടം കണ്ടപ്പോഴേ ഗ്രേസിന് പേടിയായി. അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ചെക്കനും പെണ്ണും ചെക്കന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. 30 വർഷങ്ങൾക്ക് മുന്നേ കാണിച്ച അതേ വീട്, ഒരു മാറ്റവും ഇല്ല. വൈകുന്നേരമായതും അലക്സിന്റെ ബന്ധുക്കളെല്ലാം പെണ്ണിനെ കാണാനായിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. നീ അവളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല, ഇനി പറയുകയില്ല. ഞങ്ങൾ നാളെ തന്നെ ഇവിടുന്ന് പോകും. അപ്പോ അവൾ ആ കാർഡാണ് വലിക്കുന്നതെങ്കിലോ? ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ നീ തയ്യാറാണോ? അച്ഛൻ അങ്ങനെ ചോദിച്ചതും അലക്സിന് മറുപടി ഉണ്ടായിരുന്നില്ല. അവൻ വല്ലാതെ ടെൻഷനായിട്ട് അവിടുന്ന് നേരെ ഗ്രേസിനടുത്തേക്കാണ് വരുന്നത്. എന്നാൽ ബന്ധുക്കളെല്ലാം കൂടി വന്ന് പുതിയ പെണ്ണിനെ പരിചയപ്പെടുന്ന തിരക്കിലായിരുന്നു. അത് കാരണം അലക്സിന് അവളോടൊന്ന് തനിച്ച് സംസാരിക്കാനുള്ള അവസരം പോലും കിട്ടിയില്ല. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഇപ്പോ സമയം 11:55 ആയിട്ടുണ്ട്. കൂട്ടത്തില് ഒരപ്പൂപ്പൻ അനൗൺസ് ചെയ്തതും അവിടെ എല്ലാവരുടെയും മുത്തുണ്ടായിരുന്ന പുഞ്ചിരി പെട്ടെന്ന് മായുന്നു. ശേഷം വേഗം തന്നെ എല്ലാവരും കൂടി ഗ്രേസുമായിട്ട് മറ്റൊരു മുറിയിലേക്കാണ് പോകുന്നത്. വളരെ വലിയൊരു റൂം. അതിൽ നിറയെ ഒരുപാട് ആയുധങ്ങൾ ഇരിപ്പുണ്ട്. തോക്കുകൾ, വാളുകൾ, ആരോസ്, അങ്ങനെ പല പല ആയുധങ്ങൾ. അതെല്ലാം അത്ഭുതത്തോടെ ഒരു നിമിഷം നോക്കി നിന്നിട്ട് അവളും വേഗം മറ്റുള്ളവരോടൊപ്പം ചെന്ന് ഡൈനിങ് ടേബിൾ ആയിട്ടിരിക്കുന്നു. എല്ലാവരും വന്നിരുന്നതും അലക്സിന്റെ അച്ഛൻ സംസാരിക്കാൻ തുടങ്ങി. നമ്മുടെ കുടുംബം പാരമ്പര്യമായിട്ട് ചെയ്തു പോകുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോ നിനക്ക് അതിൽ പങ്കുചേരാനുള്ള അവസരം വന്നിരിക്കുകയാണ്. ഗ്രേസിനെ നോക്കി അതും പറഞ്ഞുകൊണ്ട് അയാൾ കുഞ്ഞൊരു പെട്ടിയെടുത്ത് അവളെ കാണിക്കുന്നു. പക്ഷേ അലക്സിനും ഡാനിയലിനും ഈ ഒരു ഒത്തുചേരലിന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്റെ മുതുമുത്തച്ഛന് ഒരു കപ്പൽ യാത്രക്കിടയിൽ കിട്ടിയതാണ് ഈ പെട്ടി. അതേ കപ്പലിൽ യാത്ര ചെയ്തിരുന്ന ലേ ബെയിൽ എന്നയാളുടെ കയ്യിൽ നിന്നും. അയാൾക്ക് ഈ പുരാവസ്തുക്കളൊക്കെ ശേഖരിക്കുന്ന ശീലമുണ്ടായിരുന്നു. അങ്ങനെ കിട്ടിയതാണ് അയാൾക്ക് ഈ പെട്ടി. ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എപ്പോഴൊക്കെ പുതിയൊരു അംഗം കൂടി വന്നു ചേരുന്നോ അപ്പോ ഞങ്ങൾ ഒരു പ്ലെയിൻ കാർഡ് ഈ ബോക്സിലേക്ക് ഇടും. ഞങ്ങളുടെ പുതിയ അതിഥിക്കാണ് കാർഡ് എടുക്കാനുള്ള അവസരവും. അപ്പോ ലേ ബെയിൽ നമ്മളോട് പറയും ഏത് ഗെയിമാണ് കളിക്കേണ്ടതെന്നും. അതും പറഞ്ഞുകൊണ്ട് അയാൾ ഒരു പ്ലെയിൻ കാർഡ് ബോക്സിലേക്ക് ഇട്ട ശേഷം അത് ഗ്രേസിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പോ ഞാൻ ഇതിൽ നിന്നും ഒരു കാർഡ് എടുത്താൽ മതിയല്ലേ? അതെ, ഇത് നിന്റെ ഊഴാണ്. അയാള് പറഞ്ഞതും ഗ്രേസ് വേഗം തന്നെ അതിൽ നിന്നും ഒരു കാർഡ് പുറത്തേക്ക് എടുക്കുന്നു. അവളാണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ട് ആകെപ്പാടൊരു എക്സൈറ്റ്മെന്റിലാണ്. എന്നാൽ കാർഡിൽ എഴുതിയിരിക്കുന്നത് കണ്ടതും അവൾക്ക് തമാശയായിട്ടാണ് തോന്നിയതും. ബാക്കി എല്ലാവരും അതെന്താണെന്ന് അറിയാനായിട്ട് വല്ലാത്തൊരു ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയാണ്. ഇതിൽ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് എഴുതിയിരിക്കുന്നത്. നമ്മൾ ശരിക്കും ഒളിച്ചു കളിക്കാൻ പോവാ? എല്ലാവരെയും നോക്കി തനിക്ക് കിട്ടിയ കാർഡും കാണിച്ചുകൊണ്ട് ഗ്രേസ് തമാശ പോലെ ചോദിച്ചു. പക്ഷേ ബാക്കിയുള്ളവരുടെ എല്ലാം മുഖത്ത് ഒരു ഞെട്ടൽ മാത്രമായിരുന്നു. പ്രത്യേകിച്ച് അലക്സിലും ഡാനിയേലിലും. എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചോ അതാണ് നടന്നത്.
നടന്നിരിക്കുന്നതും? തീർച്ചയായിട്ടും മോളുടെ തുടക്കമല്ലേ, അപ്പോ മോള് വേണം ഒളിക്കാനും, അതാണ് നിയമം. അതും പറഞ്ഞ് അയാൾ ചെന്ന് ആ റൂമിന്റെ വാതിൽ തുറക്കുന്നു. ഗ്രേസ്, എന്നെ റൂമിൽ വന്ന് കാണ്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇല്ല, ഞാൻ ഗെയിം കളിക്കാൻ പോകുവാ, എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അലക്സ് കാര്യം പറയാൻ ശ്രമിച്ചെങ്കിലും അവളത് മൈൻഡ് ചെയ്തില്ല. ഒരു കുടുംബം മുഴുവൻ ഒളിച്ചു കളിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ എക്സൈറ്റ്മെന്റ് ആയിരിക്കില്ലേ? അമ്മായിയച്ഛൻ ഗ്രേസിനെ വിളിച്ച് ഗെയിമിന്റെ റൂൾസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. ഈ വീടിന്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നിന്നെ കുളിക്കാം, ഞങ്ങൾ 100 വരെ എണ്ണും, എന്നിട്ട് നിന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഇവിടുത്തെ CCTV മുഴുവൻ ഞങ്ങൾ ഓഫ് ചെയ്തിട്ടുണ്ട്. നേരെ പുലരുന്നത് വരെ സമയമുണ്ട് നിനക്ക്. ഈ റൂൾസ് ഒക്കെ കേട്ടതും അവൾക്ക് ചിരിയാണ് വന്നത്. പക്ഷേ പാവത്തിന് അറിയില്ലല്ലോ വരാൻ പോകുന്നത് അടാറ് പണിയാണെന്ന്. ഓക്കെ, അപ്പൊ തുടങ്ങാം. മോള് പോയാലുടൻ ഞങ്ങൾ എണ്ണാൻ തുടങ്ങും. അമ്മായിയച്ഛൻ സ്നേഹത്തോടെ പറഞ്ഞതും അവൾ സന്തോഷത്തോടെ ഒളിക്കാനായിട്ട് പോകുന്നു. ഇത്രയും തങ്കപ്പെട്ട വളരെ ജോളി ആയിട്ടുള്ള ഒരു ഫാമിലിയെ ഇവിടെ കിട്ടും, എല്ലാം തന്റെ ഭാഗ്യം. അങ്ങനെ ഗെയിം തുടങ്ങിയിരിക്കുകയാണ്. അതിന്റെ തുടക്കം എന്നോണം അവരൊരു പാട്ട് പ്ലേ ചെയ്യുന്നു. ശേഷം അമ്മായിയച്ഛൻ ചെന്ന് ഓരോരോ ആയുധങ്ങൾ എടുത്ത് ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ മുത്തിക്കാണെങ്കിൽ ഒരു കോടാലിയാണ് കിട്ടിയത്. പുള്ളിക്കാര് ഹാപ്പി. ചിലർക്ക് എക്സ്ബോ, ചിലർക്ക് തോക്ക്, അങ്ങനെ പല പല ആയുധങ്ങൾ. എങ്കിലും എല്ലാവരുടെ മുഖത്ത് വല്ലാത്തൊരു സങ്കടം. ഈ ഗെയിം കളിക്കാനായിട്ട് ആർക്കും ഒട്ടും മനസ്സില്ല. പക്ഷേ റൂൾസ് അതായതുകൊണ്ട് കളിച്ചേ പറ്റൂ. അങ്ങനെ കൗണ്ട് ഡൗൺ തീർന്നതും എല്ലാവരും ഗ്രേസിനെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങുന്നു. ഇതിലൊന്നും പെടാതെ മാറിയിരിക്കുന്നത് അലക്സ് മാത്രമാണ്. അവന് സ്വന്തം ഭാര്യ എങ്ങനെ കൊല്ലാൻ പറ്റും? ഇതേ സമയം നമ്മുടെ ഗ്രേസ് ആണെങ്കിൽ ഈ ഫുഡൊക്കെ മുകളിലേക്ക് കൊണ്ടുപോകാൻ യൂസ് ചെയ്യുന്ന കുഞ്ഞു ലിഫ്റ്റ് ഇല്ലേ, അതിന്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കുന്നു. അവൾക്ക് ഇതെല്ലാം വെറും തമാശയാണ്. തന്നെ കണ്ടുപിടിക്കാൻ വരുന്നതൊക്കെ തന്റെ കാലന്മാരാണെന്ന് അവളുണ്ടോ അറിയുന്നു. അതേസമയം ഇവിടുന്ന് എല്ലാവരും പോയെന്ന് കണ്ടതും അലക്സ് വേഗം ആരും കാണാതെ മറ്റൊരു വഴിയെ ഗ്രേസിനെ തേടി പോകുന്നു. അവന് എങ്ങനെയെങ്കിലും ഗ്രേസിനോട് കാര്യം പറയണം, അവളെ രക്ഷിക്കണം. സാധാരണയായിട്ട് ഇത് എത്ര സമയം എടുക്കും? അങ്ങനെ പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. ഞാൻ ഈ കുടുംബത്തിലേക്ക് വന്ന ശേഷം ഒരു തവണ ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെ നമ്മുടെ ഗ്രേസ് ആണെങ്കിൽ കുറെ നേരമായിട്ട് കാത്തിരുന്നെങ്കിലും ആരും കണ്ടുപിടിക്കുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഇരുന്നിരുന്ന് വേര് മുളയ്ക്കുന്നു തോന്നിയതും അവൾ ആ ലിഫ്റ്റിൽ നിന്നും ശബ്ദമുണ്ടാക്കാതെ പതിയെ പുറത്തേക്ക് ഇറങ്ങി മുന്നോട്ടേക്ക് നടക്കുന്നു. എന്നാൽ അപ്പോഴാണ് അതുവഴി മറ്റൊരു പെണ്ണ് വരുന്ന ശബ്ദം അവൾ കേൾക്കുന്നത്. ഗ്രേസ് വേഗം ആ പെണ്ണ് കാണാതിരിക്കാൻ വേണ്ടി ഒരിടത്തേക്ക് ഒളിച്ചു നിന്നതും പിറകിൽ നിന്നും അലക്സ് വന്ന് അവളെ പിടിച്ചു വലിച്ച് ഒരു റൂമിലേക്ക് കൊണ്ടുപോകുന്നു. എന്നാൽ ആ റൂമിലേക്കും അതേ പെണ്ണ് കയറി വന്നതും അലക്സ് വേഗം ഗ്രേസുമായിട്ട് ബെഡിന്റെ പിറകിലായിട്ട് ഒളിച്ചിരിക്കുന്നു. ഭാഗ്യത്തിന് അവൾ അവരെ കണ്ടില്ല. ആരെയും കാണാതെ ആ പെണ്ണ് റൂമിന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോയതും ആരോ അവളുടെ തിരനെറ്റിക്ക് നോക്കി വെടിവെച്ചത് ഒരുമിച്ചായിരുന്നു. ഈ കാഴ്ച കണ്ട ഗ്രേസ് ഞെട്ടിപ്പോയി. അവള് നോക്കുമ്പോൾ ആ പെണ്ണ് നെറ്റിയും തകർന്ന് ചോരയും ഒലിപ്പിച്ച് കിടക്കുന്നതാണ് കാണുന്നത്. അച്ഛാ, അച്ഛൻ നോക്ക്, ഞാൻ അവളെ കൊന്നു, വേഗം വാ. മറ്റൊരു പെണ്ണ് ഗ്രേസിനെയാണ് വെടിവെച്ചതെന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഓടി വരുമ്പോഴാണ് ആള് മാറിപ്പോയത് അറിയുന്നത്. ഇത് ക്ലാരയല്ലേ? ഇവളെ കണ്ടിട്ട് നിനക്ക് വെള്ളമുടിയുള്ള കല്യാണാവശ്യത്തിൽ നിൽക്കുന്ന ഒരു പെണ്ണായിട്ട് തോന്നിയോ എമിലി? അല്ലെങ്കിലും നീ എന്തിനാ അവളുടെ മുഖത്ത് വെടിവെച്ചത്? ഗ്രേസിനെ പരിക്കേൽപ്പിക്കാൻ മാത്രമേ പാടുള്ളൂ. കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അവള് ജീവനോടെ വേണം, മനസ്സിലായോ? അതും പറഞ്ഞുകൊണ്ട് എല്ലാവരും വേഗം തന്നെ ബോഡി ഒടുതെടുത്ത് മാറ്റാൻ നോക്കുന്നു. ഇതങ്ങാണം ഗ്രേസ് കണ്ടാൽ അവരുടെ പ്ലാനൊക്കെ പൊളിയില്ലേ? മാത്രമല്ല അവർക്കാർക്കും ആ പെണ്ണ് മരിച്ചിട്ട് വലിയ സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. അല്ലേലും തലയ്ക്ക് വെളിവുള്ളവരാണെങ്കിൽ ഇമാതിരി പണിക്ക് നിൽക്കില്ലല്ലോ. ഇവിടെ നടന്ന ഈ കാര്യങ്ങളൊക്കെ കണ്ട നമ്മുടെ ഗ്രേസിന്റെ അവസ്ഥ എന്തായിരിക്കും? അവൾ ആകെ സ്തംഭിച്ചു നിൽക്കുകയാണ്. കണ്ട കാഴ്ചയിൽ നിന്നും അവൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് ഇത് വെറും ഒരു ഒളിച്ചുകളിയല്ല, തന്നെ കൊല്ലാനാണ് ഈ വട്ടുകുടുംബത്തിന്റെ ഉദ്ദേശം. ഗ്രേസ്, വേഗം വാ, നമുക്ക് ഇപ്പൊ തന്നെ ഇവിടെ ഇറങ്ങണം. അലക്സ്, ഇവിടെ എന്താ ശരിക്കും നടക്കുന്നത്? സംസാരിക്കാനൊന്നും സമയമില്ല, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഉള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട കാർഡാണ് നീ വലിച്ചത്. അവരെല്ലാവരും സൂര്യോദയത്തിന് മുന്നേ നിന്നെ കൊല്ലാനുള്ള ശ്രമത്തിലാണ്. അതുകൊണ്ട് വേഗം നമുക്ക് ഇവിടുന്ന് പോണം. അലക്സ് വേഗം ഗ്രേസിന്റെ ഫോണും കാറിന്റെ കീമെല്ലാം എടുത്തുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് മറ്റൊരു വഴിയിൽ കൂടി പോകുന്നു. അവൾക്ക് ഇപ്പോഴും എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് ശരിക്കും കൊണ്ട് മനസ്സിലായിട്ടില്ല. അലക്സ്, ആദ്യം ഇവിടെ എന്ത് കുന്തോ നടക്കുന്നതെന്ന് പറ പ്ലീസ്. അവൾ നിർബന്ധം പിടിച്ചതും അലക്സ് പറയാൻ തയ്യാറാകുന്നു. ശരി, ഞാൻ പറയാം. അവരുടെയൊക്കെ വിചാരം അവര് നിന്നെ കൊന്നില്ലെങ്കിൽ ഈ കുടുംബത്തെ മോശമായിട്ട് ബാധിക്കുന്ന എന്തോന്ന് സംഭവിക്കുമെന്നാ. ഇപ്പോ ഞാനും അവരോടൊപ്പം കൂടിയേ മതിയാവൂ. അതുവഴി എനിക്ക് നിന്നെ പുറത്തെത്തിക്കാൻ പറ്റും. പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ വീട് മുഴുവൻ പൂട്ടിയേക്കുവാ. അപ്പോ ഞാൻ ആ കാർഡ് എടുത്താൽ എന്താണ് സംഭവിക്കുന്നത് നിനക്ക് അറിയായിരുന്നു അല്ലേ? എന്നിട്ട് നീ ഇല്ല ഗ്രേസ്, എനിക്കറിയില്ലായിരുന്നു. അതുപോലൊരു കാർഡ് ഇതുവരെ ആരും എടുത്തിട്ടില്ല. ഒരു പക്ഷേ നീ ആ കാർഡ് എടുത്തില്ലായിരുന്നെങ്കിൽ നിന്റെ വട്ടു കുടുംബം എന്നെ കൊല്ലാൻ നോക്കില്ലായിരുന്നു. ഹോ ഗോഡ്, അവരെന്നെ കൊല്ലും. എന്ത് വേണമെന്നറിയാതെ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു പോയവൾ. ഈ കുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചു വരുമ്പോൾ നീ ഈ ഗെയിം കളിച്ചേ മതിയാകൂ. ഒരു പക്ഷേ കളിച്ചില്ലെങ്കിൽ നീ മരിക്കും. ഇതൊക്കെ കേട്ടിട്ട് നിനക്ക് ഭ്രാന്തായിട്ട് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ നീ എന്നെ വിശ്വസിച്ചേ പറ്റൂ. നിന്റെ ഈ കുടുംബത്തിനെ കുറിച്ച് നിനക്ക് എന്നോട് കല്യാണത്തിന് മുന്നേ പറഞ്ഞുകൂടായിരുന്നോ? ഒന്നും പറയാതെ എന്നെ ഈ വട്ടം കൊലയാളികളുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് കൊടുത്തിട്ട് നിനക്കല്ലായിരുന്നു കല്യാണം കഴിക്കാൻ മുട്ടി നിന്നത്. അപ്പോ എല്ലാം നിന്റെ തെറ്റാ. അവൾ അവനോട് നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നു. ജീവിക്കുവോ മരിക്കുവോ എന്നറിയാൻ പറ്റാത്ത
അവസ്ഥയിൽ നിൽക്കുവല്ലേ, ആർക്കായാലും ദേഷ്യം വരും. ഞാനിത് പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ വിട്ട് പോകില്ലായിരുന്നോ? നിന്നെ വിട്ടുകളയാൻ എനിക്ക് പറ്റില്ല. നീയാണ് എന്റെ എല്ലാം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം മറച്ചു വെച്ചതും. എന്റെ ജീവൻ കൊടുത്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ ഇവിടുന്ന് രക്ഷിച്ചിരിക്കും. അലക്സിന്റെ ആ തുറന്നു പറച്ചിലിൽ അവൾക്ക് പിന്നെ ഒന്നും പറയാൻ പറ്റിയില്ല. അവൾക്ക് അവനോട് അനുകമ്പ തോന്നിയെന്നാണ്. നീ ഇപ്പോൾ ഈ വഴി നേരെ കിച്ചണിലേക്ക് പോണം. ഞാൻ സെക്യൂരിറ്റി റൂമിലേക്ക് ചെന്ന് എല്ലാ വാതിലുകളും അൺലോക്ക് ചെയ്യാം. വേണ്ട വേണ്ട, എന്നെ വിട്ട് പോകല്ലേ, എനിക്ക് പേടിയാ. നിന്നെ കൊണ്ട് പറ്റും, നമ്മൾക്കിത് ചെയ്തേ പറ്റൂ. അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചുകൊണ്ട് അലക്സ് അവിടുന്ന് പോകുന്നു. ഗ്രേസിനാണെങ്കിൽ ആകപ്പാട് കൈയും കാലും വരച്ചിട്ട് പാടില്ല. അവൻ പറഞ്ഞതുപോലെ തന്നെ അതുവഴിയെ അടുക്കള ലക്ഷ്യമാക്കി നടക്കാൻ തുടങ്ങി. പണ്ടാരം പിടിച്ച കല്യാണ ഡ്രസ്സ് കാരണം നേരെ ചൊവ്വ നടക്കാനും വയ്യ. അവൾ വേഗം കുറച്ച് മുകളിലായിട്ട് വെച്ച് ആ ഡ്രസ്സ് അങ്ങ് കീറി കളഞ്ഞു. ശേഷം വീണ്ടും നടക്കാൻ തുടങ്ങി. അങ്ങനെ നടന്ന് കുറച്ച് മുൻപിലേക്ക് എത്തിയപ്പോൾ അലക്സ് പറഞ്ഞ പോലെ കിച്ചണിലേക്കുള്ള വാതിൽ അവൾ കണ്ടു. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 2 വാതിലുണ്ട്. ഇതിലേതാണ് കിച്ചണിലേക്കുള്ളതെന്ന് ആര് വന്ന് പറഞ്ഞു തരാനാ? എന്തേലും ആവട്ടെ എന്ന് കരുതി കണ്ണും പൂട്ടി ഒരു വാതിൽ തുറന്നിറങ്ങിയതാണെങ്കിലോ? ഡെഡ് ബോഡിയും വലിച്ചു കൊണ്ടുപോകുന്ന നമ്മുടെ ഡാനിയലിന്റെയും അമ്മായിയച്ഛന്റെയും പിന്നെ നമ്മുടെ മുത്തയുടെയും മുന്നിലേക്ക്. അമ്മായിയച്ഛൻ അപ്പോൾ തന്നെ വെടിവെക്കാൻ തോക്കെടുത്തു. പിറകിൽ കൂടി വന്ന എമിലിയും അവളെ വെടിവെക്കാൻ നോക്കിയെങ്കിലും എല്ലാവരുടെയും ബുള്ളറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ഗ്രേസ് വേറെ ഏതൊരു റൂമിലേക്ക് ഓടി കയറുന്നു. നിനക്ക് ഉന്നം തെറ്റാതെ വെടിവെക്കാൻ അറിയില്ലേ മറുതെ? ഞാനെന്ത് ചെയ്യാനാ? എനിക്ക് ഇതല്ലായിരുന്നു പണി. ഗ്രേസ് ആണെങ്കിൽ എങ്ങോട്ട് പോകണമെന്നറിയാതെ കിടന്ന് ഓടുവാണ്. സകല ഡോറുകളും പൂട്ടിയേക്കുമല്ലേ. സഹായത്തിന് ഫോൺ വിളിക്കാമെന്ന് വെച്ചാൽ ലൈന് കട്ടാക്കിയിട്ടേക്കുന്നു. പെട്ടെന്നാണ് ആ റൂമിലേക്ക് ആരോ വരുന്ന ശബ്ദം കേൾക്കുന്നത്. അത് ഡാനിയലായിരുന്നു. അവൻ ഗ്രേസിനെ കാണുകയും ചെയ്തു. പക്ഷേ അവൻ വേറെ ആരെയും വിളിച്ചില്ല. ഒരു പെഗടിക്കാൻ വന്നതായിരുന്നു കക്ഷി. എനിക്ക് മറ്റുള്ളവരെ വിളിക്കേണ്ടി വരും. പ്ലീസ് ഡാനിയൽ, വിളിക്കരുത്. എന്നെ സഹായിക്കണം. എനിക്ക് നിന്നെ സഹായിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ നിനക്ക് രക്ഷപ്പെടാൻ 10 സെക്കൻഡ് സമയം തരാം. അവനത് പറഞ്ഞതും ഗ്രേസ് അടുത്ത സെക്കൻഡിൽ തന്നെ ജീവൻ കൊണ്ട് ഓടുന്നു. അവൾ അങ്ങോട്ട് പോയതും പറഞ്ഞതുപോലെ തന്നെ അവൻ 10 വരെ എണ്ണാൻ തുടങ്ങി. എണ്ണി തീർന്നതും അവൾ സ്റ്റഡി റൂമിലുണ്ട് എന്നവൻ ഉറക്കെ വിളിച്ചു പറയുന്നു. അത് കേട്ടതും സകല ആൾക്കാരും അവിടെ കൂടി വരുന്നു. എന്തിയെ? അവളെന്തിയെ? സോറി, നിങ്ങൾ കുറച്ച് താമസിച്ചു പോയി. നാശം പിടിക്കാൻ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അവൾക്കിപ്പോ നന്നായിട്ട് അറിയാം. ഗ്രേസ് എല്ലാം അറിഞ്ഞെന്ന കാര്യം ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഇനി എന്ത് ചെയ്യും? എന്റെ തോക്ക് നഷ്ടപ്പെട്ടു പോയി. എമിലി സങ്കടത്തോടെ പറഞ്ഞതും അവളുടെ ഹസ്ബൻഡ് അയാളുടെ കയ്യിലുണ്ടായിരുന്ന എക്സ്പോ എമിലിക്ക് കൊടുക്കുന്നു. അങ്ങേർക്കത് ഉപയോഗിക്കാൻ അറിയില്ല എന്നുള്ളത് വേറെ കാര്യം. എക്സ്പോ കിട്ടിയ സന്തോഷത്തിൽ എമിലി അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഗ്രേസിനെ കണ്ടെന്ന് പറഞ്ഞ് ഒരു സെർവന്റ് അങ്ങോട്ടേക്ക് ഓടി വരുന്നത്. ആ നിമിഷം തന്നെ എമിലിയുടെ കൈതട്ടി കൃത്യം ഒരു അമ്പ് ആ പെണ്ണിന്റെ അണ്ണാക്കിൽ തന്നെ വന്നു കയറുന്നു. ഓ എന്റെ കർത്താവേ, എനിക്ക് മാത്രമെന്താ ഇങ്ങനെ? എന്തൊരു ജീവിതമായത്! എമിലി കാരണം 2ാമത്തെ ആളാണേ മരിക്കുന്നത്. ഒരാൾ മരിച്ചല്ലോ, അപ്പൊ ഈ മരണം കൂട്ടുവോ? ഇല്ല. എല്ലാവരും എന്തിനാ അത് തന്നെ ചോദിച്ചോണ്ടിരിക്കുന്നത്? നമുക്ക് അവളെ കൊന്നേ പറ്റൂ. അതും പറഞ്ഞ് ദേഷ്യത്തിൽ ആ കിളവി ചെന്ന് ഇപ്പോഴും മരിക്കാതെ കിടക്കുന്ന ആ സെർവന്റ് പെണ്ണിനെ വെട്ടി അങ്ങ് കൊല്ലുന്നു. ചില്ലറ കഴപ്പൊന്നുമല്ല കിളവിക്ക്. നേരം വെളുക്കുന്നതിന് മുന്നേ കല്യാണ പെണ്ണിനെ നമ്മൾ കൊന്നിരിക്കണം. കിളവിക്ക് നമ്മുടെ ഗ്രേസിനെ കൊല്ലാനങ്ങ് വിറച്ചു നിൽക്കുവാണ്. അവളെ കൊന്നില്ലെങ്കിൽ നമ്മൾ എല്ലാവരും മരിക്കും. ക്യാമറ ഓൺ ചെയ്തിട്ടാണെങ്കിലും വേണ്ടിയില്ല, അവളെ കണ്ടുപിടിച്ചിരിക്കണം. എല്ലാവരും കൂടി ആ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് ഗ്രേസിനെ തേടി ഇറങ്ങുന്നു. ഇതേ സമയം ഗ്രേസ് നേരെ ഓടിച്ചെല്ലുന്നത് നേരത്തെ മീറ്റിംഗ് നടന്ന ആ റൂമിലേക്കായിരുന്നു. അവിടെ ഒരുപാട് ആയുധങ്ങൾ ഇരിക്കുന്നത് അവൾ കണ്ടിരുന്നല്ലോ. വിചാരിച്ചതുപോലെ തന്നെ അവൾക്ക് അവിടുന്ന് ഒരു തോക്കും അതിന്റെ ബുള്ളറ്റുകളും കിട്ടുന്നു. അതും എടുത്തുകൊണ്ട് അവള് നേരെ കിച്ചണിലേക്കാണ് വരുന്നത്. പക്ഷേ അലക്സ് ഇതുവരെ ഡോറുകളൊന്നും അൺലോക്ക് ചെയ്തിട്ടില്ല. പെട്ടെന്ന് കിച്ചണിലേക്ക് ആരോ വരുന്ന ശബ്ദം കേട്ടതും അവള് വേഗം ഒളിച്ചിരിക്കുന്നു. വന്നയാള് കഴിക്കാനുള്ള എന്തോ എടുക്കാനായിട്ട് വന്നതായിരുന്നു. അവിടുത്തെ കാര്യസ്ഥനാണ്. ഇതേ സമയം അലക്സ് സെക്യൂരിറ്റി റൂമിലെത്തി ഡോറുകളെല്ലാം അൺലോക്ക് ചെയ്യാനുള്ള ശ്രമത്തിലായിരുന്നു. ക്യാമറ ഓൺ ചെയ്ത സമയത്ത് അവൻ കണ്ടിരുന്നു കിച്ചണിൽ ഒളിച്ചിരിക്കുന്ന ഗ്രേസിനെ. അയാൾ അവളെ കണ്ട പ്രശ്നമാവില്ലേ? ഇതേ സമയം ഗ്രേസ് കയ്യിലുള്ള തോക്കില് ബുള്ളറ്റുകളില്ല എന്ന് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അവൾ പതിയെ അതിലേക്ക് ബുള്ളറ്റുകൾ ഇടാൻ ശ്രമിക്കുന്നു. എന്നാൽ ഈ ശബ്ദങ്ങളൊക്കെ കിച്ചണിൽ ഉണ്ടായിരുന്ന ആളും കേൾക്കുന്നുണ്ട്. പക്ഷേ അത് വേറെ എന്തെങ്കിലും ശബ്ദമായിരിക്കും എന്ന് കരുതി അങ്ങേരത് മൈൻഡ് ചെയ്തതുമില്ല. അലക്സ് ആണെങ്കിൽ അപ്പോഴേക്കും സകല ഡോറുകൾ അൺലോക്ക് ചെയ്തിരുന്നു. ഇവിടെ ഇങ്ങേരാണെങ്കിൽ കിച്ചണിലെ ഡോർ അൺലോക്ക് ആയത് നോക്കി നിൽക്കുമ്പോഴാണ് പിറകിൽ കൂടി വന്ന ഗ്രേസ് അയാൾക്ക് നേരെ തോക്ക് ചൂണ്ടുന്നത്. മര്യാദയ്ക്ക് മാറി നിന്നോണം. എന്നാൽ അങ്ങേരതങ്ങ് പുച്ഛിച്ചു വിട്ടു. ഇത് വെറുതെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന തോക്കാ, ഒരു പ്രയോജനമില്ല. അയാളത് പറഞ്ഞതും ഗ്രേസ് അപ്പോൾ തന്നെ അയാളെ വെടിവെക്കുന്നു. പക്ഷേ ഒന്നും പറ്റിയില്ല. അയാൾ വേഗം അവളുടെ അടുത്തേക്ക് വന്നതും കയ്യിൽ കിട്ടിയൊരു പോട്ട് വെച്ച് അവൾ അങ്ങയുടെ തലക്കൊരൊറ്റയടി. ശേഷം അവൾ അവിടുന്ന് ഓടിപ്പോകുന്നു. ഇതേ സമയം ക്യാമറ അടക്കം ഓണായതും സെക്യൂരിറ്റി റൂമിൽ അലക്സ് ഉണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. തന്നെ അന്വേഷിച്ച് എല്ലാവരും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അലക്സ് വേഗം അവിടെയുള്ള സകല സിസ്റ്റവും അടിച്ചു പൊട്ടിക്കുന്നു. ഇതും കണ്ടുകൊണ്ടുവന്ന അലക്സിന്റെ അച്ഛൻ അവനെ അടിക്കാനായിട്ട് നോക്കിയെങ്കിലും അവൾ എന്റെ ഭാര്യയാണ് അതും പറഞ്ഞ് അവൻ അയാളുടെ കഴുത്തിന് കയറി പിടിച്ചു. ഡാനിയയില് ഒരു വിധത്തിൽ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചെങ്കിലും പിറകിൽ കൂടി വന്ന തന്തപ്പടി അവന്റെ തലയ്ക്ക് നോക്കി ഒറ്റയടി. അതോടെ അലക്സിന്റെ ബോധം പോയി. അങ്ങനെ 2 പേരും കൂടി ചേർന്ന്
ചേർന്ന് അവനെ ഇവിടുന്ന് പൊക്കിക്കൊണ്ടു പോകുന്നു. ഇവിടെ നമ്മുടെ ഗ്രേസ് ഓടി വരുന്നതാണെങ്കിൽ അവൾ ആദ്യം ഒരു കുഞ്ഞു ലിഫ്റ്റിൽ ഒളിച്ചിരുന്നില്ലേ, അവിടേക്കായിരുന്നു. എന്നാൽ അതിനുള്ളിൽ പാർട്ടിക്ക് ഡാൻസ് കളിക്കാൻ വന്നിരുന്ന ഒരു പെണ്ണ് ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ശബ്ദമുണ്ടാക്കല്ലേ, അവര് നിന്നെ ഒന്നും ചെയ്യില്ല, എല്ലാവരും എന്നെയാ തപ്പി നടക്കുന്നത്. ഗ്രേസ് അതങ്ങോട്ട് പറഞ്ഞതും ആ പെണ്ണ് അവൾ അവിടെ ഉണ്ടെന്ന് ഉറക്കെ വിളിച്ചു പോവാൻ തുടങ്ങി. അതിനിടയിൽ അവൾ അറിയാതൊരു സ്വിച്ചിൽ അമർത്തിയതും ലിഫ്റ്റ് താഴേക്ക് പോകുന്നതിനോടൊപ്പം ആ പെണ്ണ് അതിനകത്തിരുന്ന് ഞെരിഞ്ഞമ്മങ്ങി ഓടിഞ്ഞങ്ങ് മരിക്കുന്നു. ഇതേ സമയം അലക്സിനെ ഒരു റൂമിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവന് ബോധവുമില്ല. ഇങ്ങനെ പോയാല് അവള് നമ്മളെ എല്ലാവരും തീർക്കും. മുത്തിക്ക് ഗ്രേസിനെ കിട്ടാതെ ഇരിക്കപ്പുറതില്ല. അവളെ പുറത്തിറങ്ങാൻ അനുവദിച്ചുകൂടാ. ഡോറിന്റെ അടുത്ത് എപ്പോഴും കാവലുണ്ടായിരിക്കണം. അതും പറഞ്ഞ് അമ്മായിയമ്മയെ ഡാലിയിലും കൂടി പുറത്തേക്ക് പോകുന്നു. അവൾ ആ കാർഡ് എടുക്കുമെന്നും ഞാനെന്ന് നേരിടേണ്ടി വന്ന അതേ അവസ്ഥ അവനും വരുമെന്ന് എനിക്കറിയായിരുന്നു. എന്നെ പോലെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ആൾ മരിക്കണമെന്ന് കേട്ടപ്പോൾ എനിക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ഞാൻ അതിനെ എതിർത്തില്ല. ചാൾസിനെ ഞാൻ തന്നെ കൊല്ലണമായിരുന്നു. അതുപോലെ അവളും അലക്സിന്റെ കൈകൊണ്ട് തന്നെ മരിക്കണം. ആ കാര്യം ചെയ്യാൻ അവൻ ഇനിയും സമയമുണ്ട്. കിളവി പറഞ്ഞത് മനസ്സിലായോ? 30 വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ നടന്നൊരു സംഭവം കാണിച്ചില്ലേ? അന്നത്തെ ആ കല്യാണ പെണ്ണായിരുന്നു നമ്മുടെ ഈ മുത്തി. ഇപ്പൊ മനസ്സിലായോ? തനിക്ക് കിട്ടാത്തത് അങ്ങനെ ഇപ്പൊ അവക്കും കിട്ടേണ്ട എന്നൊരു ലൈനാണ് അമ്മച്ചിക്ക്. എന്നാൽ അവരീ സംസാരിക്കുന്നതൊക്കെ റൂമിന് വെളിയിൽ നിന്ന് ഗ്രേസ് കേൾക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ പോയാലും ഇവര് തന്നെ കൊല്ലുന്ന ആൾക്ക് ഉറപ്പായി. എന്തായാലും വീടിന്റെ ഉള്ളിൽ കൂടി പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൾ നിന്നിരുന്ന ടെറസിൽ നിന്നും താഴേക്കെടുത്തൊരു ഒറ്റച്ചാട്ടം. ചെടികളുടെ മുകളിലായതുകൊണ്ട് ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. എന്തായാലും വീടിന്റെ വെളിയിൽ വന്നല്ലോ, ഇനി രക്ഷപ്പെടാം. ആ സന്തോഷത്തിൽ അവൾ വേഗത്തിൽ പുറത്തേക്ക് ഓടാൻ തുടങ്ങി. എന്നാൽ അല്പം മുന്നിലേക്ക് ചെന്നതും ആരൊക്കെയോ തന്നെ പുറത്ത് തെരഞ്ഞു നടക്കുന്നതാണ് അവൾ കാണുന്നത്. കണ്ടാൽ തന്റെ കാര്യം തീർന്നു. അവള് വേഗം അടുത്തുണ്ടായിരുന്ന ആടുകളുടെ തൊഴുത്തിലേക്ക് ഓടിക്കേറി. എന്നാൽ തിരിഞ്ഞു വന്നയാളാണെങ്കിൽ അതിനകത്ത് കയറി തപ്പാൻ തുടങ്ങി. പക്ഷേ ആളെ നേരിട്ട് കണ്ടപ്പോഴാണ് അവൾക്ക് സമാധാനമായത്. ആ കുടുംബത്തിലെ തന്നെ ഏറ്റവും ഇളയ കുട്ടി. കൊച്ചുകുട്ടിയല്ലേ, അവൻ എന്ത് ചെയ്യാനാ? ഹോ, മോനായിരുന്നോ? അതും പറഞ്ഞ് അവൾ അവന്റെ അടുത്തേക്ക് ചെന്നതും ചെക്കൻ ദേ തോക്കെടുത്ത് ചൂണ്ടുന്നു. കുടുംബം മുഴുവൻ സൈക്കോകളാണേ. ഭാഗ്യത്തിന് ചെക്കന് ഉന്നമില്ലാത്തത് കൊണ്ട് ചത്തില്ല, കയ്യിലാണ് കൊണ്ടത്. വന്ന കലിക്ക് ഗ്രേസ കുരുപ്പിന്റെ മോന്തക്കിട്ടൊരു പഞ്ചം കൊടുത്തു. ആ ഫോഴ്സിൽ തന്നെ ചെക്കന്റെ ബോധവും പോയി. അവള് കാല് സ്ലിപ്പായിട്ട് ഒരു കുഴിയിലേക്ക് വീഴുകയും ചെയ്തു. അതും ചത്തളിഞ്ഞ് കുറെ ആടുകളുടെ ശവം കിടക്കുന്ന കുഴി. ബ്ലാ. എന്നാൽ അപ്പോഴാണ് അവൾ അതിനകത്ത് ഒരു മനുഷ്യന്റെ അസ്ഥികൂടം കാണുന്നത്. അതിന്റെ വയറിലായിട്ട് 2 അമ്പും കൊണ്ടിരിപ്പുണ്ട്. ആളെ മനസ്സിലായോ? തുടക്കത്തില് ഒരാളെ എല്ലാവരും കൂടി കൊല്ലുന്നത് കാണിച്ചില്ലേ, അതേ ആള്. ഗ്രേസ് വേഗം അവിടെ ഉണ്ടായിരുന്ന ഒരു ഏടി വഴി വലിഞ്ഞു മുകളിലേക്ക് കയറുന്നു. രാമുവിന്റെ കാലത്തെ ഏടിയാണെന്ന് തോന്നുന്നു. അവള് കയറി പകുതി എത്തിയതും അത് ഒടിഞ്ഞു പോയി. വീഴാതിരിക്കാൻ വേണ്ടി വെടികൊണ്ട് കൈവച്ച് പിടിച്ചതാണെങ്കിലോ ഒരാണിയിലും. നല്ല രസമല്ലേ? എങ്കിലും വിട്ടുകൊടുക്കാതെ ആ വേദന സഹിച്ചു ഒരു വിധത്തിൽ മുകളിലേക്ക് കയറി. മുകളിൽ എത്തിയ ശേഷം തന്റെ ഡ്രസ്സ് കയറി മുറിവായ കയ്യിൽ കെട്ടിവെക്കുന്നു. ശേഷം വേഗം തന്നെ പുറത്തേക്ക് ഓടി. എന്നാൽ ഈ കാര്യങ്ങളെല്ലാം മുകളിൽ നിന്നും ദേ ഈ വധൂരിപ്പെട്ട് കാണുന്നുണ്ടായിരുന്നു. അവള് ഗ്രേസിനെ നോക്കി ഉന്നം വെച്ചെങ്കിലും ചീറ്റിപ്പോയി. ഗ്രേസ് വേഗം ഗേറ്റിനടുത്തേക്ക് ഓടിയെത്തിയെങ്കിലും അത് പൂട്ടിക്കിടക്കുമായിരുന്നു. ഇനി എങ്ങനെ രക്ഷപ്പെടും? അപ്പോഴാണ് അതിലെ ഒരു കമ്പി ഒടിഞ്ഞിരിക്കുന്നത് അവൾ കാണുന്നത്. അവള് വേഗം തന്നെ തന്റെ ശക്തി മുഴുവനും എടുത്ത് ആ കമ്പി വലിച്ചു പൊട്ടിക്കുന്നു. ശേഷം ആ ഗ്യാപ്പിലൂടെ നുഴഞ്ഞു പുറത്തേക്ക് ഇറങ്ങാനും നോക്കി. പക്ഷേ ഇറങ്ങുന്ന വഴിയില് കഷ്ടകാലത്തിനൊരു കമ്പി അവളുടെ പുറത്ത് പൊത്തങ്ങ് കയറി. ഓരോരോ അവസ്ഥ നോക്കണേ. പക്ഷെ അത് ചിന്തിച്ചിരുന്നാൽ ജീവൻ പോകും. അവള് ഒരു വിധത്തില് വേദനയും സഹിച്ച് ഗേറ്റിന് വെളിയിലേക്ക് കടക്കുന്നു. ശേഷം അതുവഴി വന്നൊരു കാറിന് കൈ കാണിച്ചെങ്കിലും അവളുടെ കോലം കണ്ട് ആ കാറുകാരൻ നിർത്താതെ ഒരു പോക്ക്. ഇതേ സമയം ഗേറ്റിലെ ഗ്രേസിന്റെ കീറിയ ഡ്രസ്സിന്റെ ഭാഗം കണ്ടപ്പോഴേ അവിടുത്തെ കാര്യസ്ഥന് അവള് പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലായി. ആ കാര്യം അയാൾ വീട്ടിലുള്ളവരെ അറിയിക്കുന്നു. വളരെ നല്ല കാര്യം. അപ്പോ കിട്ടിയ വിവാഹ സമ്മാനങ്ങളൊക്കെ നമുക്ക് നാളെ തന്നെ വിധിച്ചെടുക്കാം. എല്ലാവരെയും കളിയാക്കുന്ന രീതിയിൽ ഡാനിയൽ പറഞ്ഞതും അവന്റെ അച്ഛൻ നല്ല രീതിയിൽ ദേഷ്യപ്പെടുന്നു. ഇതൊരു കളിച്ച കാര്യമാണെന്നാണോ നിന്റെ വിചാരം? നേരെ പുലരുന്നതിന് മുന്നേ അവളെ കൊന്നില്ലെങ്കിൽ നമ്മൾ എല്ലാവരും മരിക്കുമെന്ന് നിനക്കറിയാവോ? എന്നാൽ അവനാണെങ്കിൽ അത് കേട്ടിട്ട് വലിയ കുലുക്കൊന്നുമില്ല. വാൻ ഹോൺസിന് എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് ഓർമ്മ കാണുമല്ലോ അല്ലേ? അവര് വീടിന് തീ പിടിച്ചല്ലേ മരിച്ചത്? അതൊക്കെ പത്രക്കാര് വെറുതെ എഴുതിയതാ. ശരിക്കും അവരെങ്ങനെയാണെന്ന് മരിച്ചതെന്ന് നിങ്ങൾക്കറിയില്ല. ആരും ലേബേലിനോട് കളിക്കാൻ നിൽക്കല്ലേ. അങ്ങേരെ നിങ്ങളെയൊക്കെ കളി പഠിപ്പിക്കും. എല്ലാവരും ഗ്രേസ് രക്ഷപ്പെട്ടൊരു ഷോക്കിലിരിക്കുവാണ്. അവളെ കിട്ടിയില്ലെങ്കിൽ ഇവരുടെ കാര്യം കട്ടപ്പുക. ഇതേ സമയം നമ്മുടെ ഗ്രേസ് നോക്കുമ്പോൾ ദേ ഒരു കാറ്. പക്ഷേ അതാ കാര്യസ്ഥന്റെ ആയിരുന്നു. അയാളെ കണ്ടതും അവള് വീണ്ടും ഓടി ഓടാൻ തുടങ്ങി. പക്ഷേ ഓടി ഓടി കൃത്യം അയാളുടെ മുന്നിൽ തന്നെ ചെയ്ത് പെടുകയും ചെയ്തു. അങ്ങേരാണെങ്കിൽ അവളുടെ കാലിലും കയ്യിലുമൊക്കെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാൻ നോക്കുവാണ്. ഗ്രേസും വിട്ടുകൊടുത്തില്ല. അവളുടെ ഡ്രസ്സിന്റെ ഒരു പാർട്ട് കയറി അയാളുടെ കഴുത്തിൽ കുരുക്കിട്ട് പിടിച്ചു വലിക്കുന്നു. കൂടെ നല്ല തെറിയും വിളിക്കുന്നുണ്ട്. അയാള് ചാകുന്നതുവരെ അവളെ പിടിവിട്ടില്ല. ഒടുക്കം അങ്ങേരുടെ കാറ്റ് പോയെന്ന് കണ്ടതും അവള് വേഗം ചെന്ന് അയാളുടെ കാറിൽ കയറി അവിടുന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ അയാള് മരിച്ചില്ലായിരുന്നു കേട്ടോ. മരിച്ചതുപോലെ അഭിനയിച്ചതായിരുന്നു. എന്നാൽ രക്ഷപ്പെട്ടെന്ന് കരുതിയ ഗ്രേസിന് അവിടെയും കിട്ടിപ്പണി. സഹായം ചോദിക്കാനായിട്ട് കാറിന്റെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചതും പ്ലീസ് എനിക്ക്
ഹെൽപ്പ് വേണം, നിങ്ങൾ പോലീസിനെ ഒന്ന് വിളിക്കാമോ? സോറി മാം, ഈ കാറ് മോഷണം പോയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ഈ കാർ ലോക്ക് ചെയ്യുകയാണ്. പ്ലീസ് പ്ലീസ് അങ്ങനെ ചെയ്യരുത്, നിങ്ങൾ എന്ത് കോപ്പായി കാണിക്കുന്നത്? ഇത് കമ്പനിയുടെ നിയമമാണ് മാം, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പോലീസ് വരുന്നത് വരെ കാറിൽ തന്നെ ഇരുന്നാ മതി. അതും പറഞ്ഞ് അയാളെ വേഗം തന്നെ കാർ ലോക്ക് ചെയ്യുന്നു. അതോടെ കാർ അവിടെ സ്റ്റോപ്പായി. അവളെ എത്ര ശ്രമിച്ചിട്ടും കാർ സ്റ്റാർട്ടാക്കാനും പറ്റുന്നില്ല. ഇനിയിപ്പോ പോലീസ് വരുന്നത് വരെ ഇതിനകത്ത് ഇരിക്കുകയേ നിവർത്തിയുള്ളൂ. ഡോറും ലോക്കായത് കാരണം പുറത്തിറങ്ങാനും പറ്റില്ലല്ലോ. പക്ഷേ അവളുടെ കഷ്ടകാലത്തിന് കാറും ട്രേസ് ചെയ്തുകൊണ്ട് ആ കാര്യസ്ഥൻ അവിടേക്ക് വന്നിരുന്നു. അയാൾ ഒറ്റയടിക്ക് വിൻഡോയുടെ ഗ്ലാസ് അങ്ങ് പൊട്ടിച്ചു. ശേഷം ഒരു ഗണ്ണെടുത്ത് അവളെ മയക്ക് വെടി വെച്ച് മയക്കിയ ശേഷം സിമ്പിൾ ആയിട്ട് ഗ്രേസിനെ കൊണ്ട് തിരികെ മാൻഷനിലേക്ക് തന്നെ പോകുന്നു. പോകുന്ന വഴിയില് അയാൾ ബാക്കിയുള്ളവരെ വിളിച്ച് കാര്യം പറഞ്ഞു. അപ്പോഴാണ് ഈ സകലന്റെ ജീവൻ വീണത്. ഗ്രേസിനെ കിട്ടിയ സന്തോഷത്തിൽ കാറിൽ ഉച്ചത്തിൽ പാട്ടൊക്കെ വെച്ചാണ് കിളവന്റെ പോക്ക്. ഈ ശബ്ദം കേട്ടതും നമ്മുടെ ഗ്രേസിന് ബോധം വരുന്നു. അവള് നോക്കുമ്പോൾ കിളവൻ ആടി പാടി കാർ ഓടിക്കുകയാണ്. ദാ പൊട്ടം കൊണാപ്പ, തിരിഞ്ഞു നോക്ക്, ദേ ലവൾ എണീറ്റ് വരുന്നു. പക്ഷേ ഉച്ചത്തിൽ പാട്ടിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ആ പൊട്ടൻ അത് കേട്ടില്ല. ലവൾ അങ്ങേരുടെ തലയ്ക്ക് നോക്കിയൊരു ഒറ്റ ചവിട്ട്. അതിന്റെ എഫക്റ്റില് അയാളുടെ കയ്യിൽ നിന്ന് കാർ സ്ലിപ്പായി എവിടേക്ക് ഇടിച്ച് തല കീഴായിട്ട് മറിഞ്ഞു വീഴുന്നു. ലങ്ങേരുടെ കാറ്റ് പോയെന്നാണ് തോന്നുന്നത്. പക്ഷേ ഗ്രേസിന് അധികം പ്രശ്നമൊന്നും പറ്റിയിട്ടില്ല. അവൾ ഒരു വിധത്തിൽ പണിപ്പെട്ട് കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ ആ സമയത്ത് തന്നെയാണ് ഡാനിയൽ അവിടേക്ക് വരുന്നതും. ഇത് നല്ല തമാശ, ഈ ഭ്രാന്തിൽ നിന്നൊക്കെ കുറച്ചു സമയം മാറി നിൽക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തായാലും എന്റെ സമാധാനം കളഞ്ഞു വിളിച്ചതിന് ഒരുപാട് നന്ദി. ഗ്രേസ് ആണെങ്കിൽ അവനെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് രക്ഷപ്പെടാമെന്ന് ശ്രമിച്ചു നോക്കുന്നു. ഡാനിയൽ, നിനക്ക് എന്നെ കൊല്ലാൻ പറ്റില്ല, ഞാൻ മരിക്കാൻ നീ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഗ്രേസ്, പക്ഷേ ഞാൻ നിസ്സഹായനാണ്. നീ നല്ല മനസ്സിലുടമയാണ് ഡാനിയൽ, പിന്നെ അലക്സിന് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നിനക്ക് തിരിച്ചും നീ ഇത് ചെയ്താൽ അവൻ നിന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല. ചിലപ്പോ ക്ഷമിക്കില്ലായിരിക്കും, പക്ഷേ കുറഞ്ഞതവൻ ജീവനോടെങ്കിലും കാണുമല്ലോ. എന്റെ കുടുംബം മുഴുവനും നീ കാരണം മരിക്കാൻ ഞാൻ അനുവദിക്കില്ല ഗ്രേസ്. ഇതൊക്കെ വെറും ഭ്രാന്താണ് ഡാനിയൽ, അങ്ങനെയൊന്നും സംഭവിക്കില്ല, ആരും മരിക്കാനും പോകുന്നില്ല. ഗ്രേസ് അവൾക്ക് പറ്റുന്നത് പോലെയെല്ലാം അവന്റെ മനസ്സ് മാറ്റാൻ നോക്കുന്നു. പക്ഷെ അവൻ കേൾക്കണ്ടേ, നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ, അലക്സിന് മാത്രമേ നിന്നെ രക്ഷിക്കാൻ പറ്റൂ. അതും പറഞ്ഞ് തോക്കും വെച്ച് അവളുടെ തലയ്ക്കൊരടിയവൻ. അതോടെ അവളുടെ ബോധവും പോയി. നിങ്ങൾക്കിനി പുറത്തേക്ക് വരാം. അവൻ പറഞ്ഞതും അതുവരെ മറഞ്ഞു നിന്നിരുന്ന അവന്റെ അച്ഛൻ പുറത്തേക്ക് വരുന്നു. ഞാൻ എവിടെ ഉണ്ടെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? അല്പം കുടിച്ചിട്ടുണ്ടെന്ന് കരുതി ഞാൻ കണ്ണുമുട്ടനൊന്നുമല്ല. നമുക്ക് വേഗം പോകാം, നേരം വെളുക്കാൻ ഇനി 1 മണിക്കൂർ കൂടിയുള്ളൂ. ഇതേ സമയം കെട്ടിയിട്ടിരിക്കുന്ന അലക്സിന്റെ അടുത്തേക്ക് അവന്റെ അമ്മ വരുന്നു. ഗ്രേസ് എന്തിയെ? അവൾക്ക് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, കുടുംബത്തിന് നല്ലത് വരാനേ എല്ലാരും ആഗ്രഹിക്കൂ. എനിക്ക് അവളെ ഇഷ്ടമാണ്, പക്ഷേ നമ്മൾ കുടുംബത്തെ രക്ഷിച്ചേ മതിയാകൂ. അവളെങ്ങാണ് മരിച്ചാൽ നിങ്ങളെ ഞാൻ കൊല്ലും. നല്ല കാര്യം, അപ്പോ എന്റെ മരണം ഉറപ്പായി. എന്തൊക്കെ പൊട്ടത്തരമാണ് പറയുന്നത്? ആരും മരിക്കാനൊന്നും പോകുന്നില്ല. ഇത് പൊട്ടത്തരമാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ആ കാർഡ് എടുക്കാൻ നീ അവളെ അനുവദിക്കില്ലായിരുന്നു. അവരങ്ങനെ പറഞ്ഞതും അലക്സിന് മറുപടി ഉണ്ടായിരുന്നില്ല. പിന്നെ കുറെ കാര്യങ്ങൾ പറഞ്ഞ് അവരവന്റെ മനസ്സ് മാറ്റാൻ നോക്കുകയാണ്. ഇതേ സമയം ഗ്രേസിനെ പിടിച്ചുകൊണ്ടുവന്ന് ഒരു ടേബിളിലെ കൈയും കാലും എല്ലാം കെട്ടിയിട്ടിരിക്കുകയാണ്. കുടുംബം മുഴുവനും വേറെ ഡ്രസ്സൊക്കെ ധരിച്ച് അവളുടെ ചുറ്റിന് നിൽപ്പുണ്ട്. എന്തോ ആചാരത്തിന്റെ ഭാഗമായിട്ട് എല്ലാവരും എന്തോ ഒരു വെള്ളം കുടിക്കുന്നു. ശേഷം ഒരു കത്തിയെടുത്ത് കിളവൻ അവളെ കുത്താനായിട്ട് ഓങ്ങിയെങ്കിലും പെട്ടെന്നാണ് എല്ലാവരും രക്തം ഛർദ്ദിക്കാൻ തുടങ്ങിയത്. ഈ തക്കം നോക്കി ഡാനിയല് വേഗം തന്നെ ഗ്രേസിന്റെ കെട്ടുകളെല്ലാം അഴിക്കുന്നു. അവൻ മാത്രം ആ വെള്ളം കുടിച്ചിരുന്നില്ല. നീ അവരെ കൊന്നോ? ഇല്ല, അത് ഹൈഡ്രോഫ്ലോറിക് ആസിഡാ, ഒരു നുള്ളേ ഞാൻ കൊടുത്തുള്ളൂ. ഒരാഴ്ച കുറച്ച് പ്രശ്നം കാണും, അത് കഴിഞ്ഞ് ശരിയായിക്കോളും. അങ്ങനെ 2 പേരും കൂടി പുറത്തേക്ക് നടക്കുമ്പോഴാണ് ഡാനിയലിന്റെ വൈഫ് അങ്ങോട്ടേക്ക് വന്ന് ഗ്രേസിനെ നേരെ തോക്കു ചൂട്ടുന്നത്. പക്ഷേ അവൻ കയറി മുന്നിൽ നിൽക്കുന്നു. അപ്പോ ഞാൻ ചത്താലും നിനക്ക് പ്രശ്നമല്ലല്ലേ, ഇവളാണോ നിനക്ക് വലുത്? അതും പറഞ്ഞ് അവൾ അലക്സിനെ ഒറ്റ വെടി. ഗ്രേസിനെ വെടിവെക്കാനായിട്ട് നോക്കിയെങ്കിലും അതിനു മുന്നേ ഗ്രേസ് അവൾ അടിച്ചിടുന്നു. ശേഷം ഡാനിയലിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നെങ്കിലും അവൻ അവളോട് ഓടി രക്ഷപ്പെടാനാണ് പറഞ്ഞത്. അവള് വേഗം തന്നെ അവിടെ നോടുന്നു. പോകുന്ന വഴിയിൽ കൈ തട്ടി ഒരു വിളക്ക് നിരത്തേക്ക് വീണ് അവിടെയെല്ലാം തീ പിടിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഗ്രേസ് ഓടിച്ചില്ലെന്നാണെങ്കിൽ നേരെ അമ്മായിയമ്മയുടെ മുന്നിലേക്കാണ്. രണ്ടും കൂടി അവിടെ വെച്ചു അടിയാകുന്നു. ഒടുക്കം ആ കാർഡെടുത്ത പെട്ടിയില്ലേ, അതേ പെട്ടി കൊണ്ട് അവൾ അവരുടെ തല തല്ലി പൊളിച്ചു. എന്നാൽ ഇതേ സമയം കയ്യിലെ കെട്ട് എങ്ങനെയൊക്കെ അറുത്ത് മാറ്റി അലക്സ പുറത്തേക്ക് വരുന്നു. ഗ്രേസിനെ തേടി വരുന്ന അവൻ കാണുന്നത് മരിച്ചു കിടക്കുന്ന ഡാനിയലിനെയും. ജനിച്ചപ്പോൾ മുതൽ കൂടെയുള്ളവനാണേ. അവന്റെ മരണം അലക്സിന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. തിരികെ വീണ്ടും അവളെ അന്വേഷിച്ചു പോകുന്നവൻ കാണുന്നത് മരിച്ചു കിടക്കുന്ന തന്റെ അമ്മയെയും അമ്മയെ കൊന്ന ഗ്രേസിനെയാണ്. രണ്ടുപേരും ദയനീയമായിട്ട് പരസ്പരം ഒന്ന് നോക്കിപ്പോയി. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും നിനക്ക് വീണ്ടും എങ്ങനെ എന്നെ സ്നേഹിക്കാൻ പറ്റുന്നു? അതും പറഞ്ഞ് അവൻ ഗ്രേസിന്റെ മനസ്സ് മാറ്റി അവൾക്കടുത്തേക്ക് ചെന്നുകൊണ്ട് ഒരൊറ്റ പിടുത്തമായിരുന്നു. ശേഷം അവൾ ഇവിടെ ഉണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയുന്നവൻ കേൾക്കേണ്ട താമസം സകലതും അവിടെ ഹാജരായി. വന്നവർ കാണുന്നത് മരിച്ചു കിടക്കുന്ന അലക്സിന്റെ അമ്മയെയും. അവളോടുള്ള ദേഷ്യം കൂടാൻ വേറെ എന്തെങ്കിലും വേണോ? ഈ സമയം കൊണ്ട് തീ അവിടെ മുഴുവൻ ആളി പടരാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി അവളെ വീണ്ടും ആ ടേബിളിൽ പിടിച്ചു കിടത്തി കൈയും കാലും ഒക്കെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ അവളെ കൊല്ലാൻ പോകുന്നത് അലക്സ് ആയിരുന്നു. അവള് ദയനീയമായിട്ട് അവനെ നോക്കിയെങ്കിലും അവനൊരു കുലുക്കം ഉണ്ടായിരുന്നില്ല.
സാത്താൻ നീണാൾ വാഴട്ടെ. അതും പറഞ്ഞ് അവൻ അവളെ കുത്താനായിട്ട് ചെന്നതും പെട്ടെന്ന് ഗ്രേസ് ഒഴിഞ്ഞു മാറിയത് കൊണ്ട് അവളുടെ തോളിലാണ് കുത്തേറ്റത്. ടേബിളിൽ നിന്നും ചാടി ഇറങ്ങി അവള് കത്തി വലിച്ചൂരി എല്ലാവരുടെയും നേർക്ക് ചൂണ്ടുന്നു. പക്ഷേ അപ്പോഴേക്ക് നേരം വെളുത്തിരുന്നു. സൂര്യപ്രകാശം തട്ടിയതും തങ്ങൾ ഇപ്പൊ ചാവോന്ന് കരുതി എല്ലാവണ്ണം പേടിച്ച് നിലവിളിക്കാൻ തുടങ്ങി. പക്ഷെ ആർക്കും ഒന്നും പറ്റിയില്ല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു ഇതെല്ലാം വെറും പൊട്ടത്തരമാണെന്ന്. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് മരിക്കേണ്ടതല്ലേ. പക്ഷേ നമ്മുടെ മുത്തിക്ക് അങ്ങോട്ട് കലിപ്പ് തീരുന്നില്ല. അവർക്ക് ഗ്രേസിനെ കൊന്നേ പറ്റൂ. ഒരുപാട് വൈകിയെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ പരാജയപ്പെടാൻ തയ്യാറല്ല. അതും പറഞ്ഞുകൊണ്ട് കിളവിയൊരു കോടാലിയെടുത്ത് ഗ്രേസിനെ കൊല്ലാനായിട്ട് ചെന്നതും അമിട്ട് പൊട്ടും പോലെ അവര് പൊട്ടിത്തെറിച്ചത് ഒരുമിച്ചായിരുന്നു. സകലതും ഇതെന്താ സംഭവം എന്നറിയാതെ ഞെട്ടി നിന്ന് പോയി. എന്നാൽ അടുത്ത നിമിഷം മുതൽ ആ വീട്ടിലെ കുട്ടികളടക്കം ഓരോരുത്തരും പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. തൃശൂർ പൂരത്തിന് പോലും പൊട്ടില്ല ഇതുപോലെ. അമ്മാതിരി പൊട്ടിത്തെറിയായിരുന്നു. നമ്മുടെ ഗ്രേസിനാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ചിരി നിർത്താൻ പറ്റണ്ടേ. അതുപോലല്ലായിരുന്നു എല്ലാത്തിന്റെ പ്രകടനവും. അവസാനം അലക്സ് മാത്രമാണ് ബാക്കിയായത്. ഗ്രേസ്, എന്നോട് ക്ഷമിക്ക്. എന്നെ വിട്ടു പോകരുത്. എനിക്ക് മരിക്കണ്ടായിരുന്നടാ ഊളെ. പക്ഷേ അവരെ പോലെയല്ല ഞാൻ. കണ്ടോ, എനിക്ക് മാത്രം ഒന്നും പറ്റിയില്ല. നീ കാരണം എനിക്കൊന്നും പറ്റാത്തത്. പ്ലീസ് എനിക്ക് ഒരവസരം കൂടി തരണം മുത്തേ. അവൻ അവളുടെ കാല് പിടിച്ച് പറഞ്ഞു നോക്കി. അലക്സിന്റെ വൈഫാണല്ലോ ഗ്രേസ്. അപ്പോ ഈ ഗെയിമില് അവള് ജയിച്ചത് കൊണ്ട് ഭർത്താവായി അവന് ജയിച്ചതുപോലാണ്. അതാണ് അവനൊന്നും സംഭവിക്കാത്തതും. അത് ഗ്രേസിന് മനസ്സിലായിട്ടുണ്ട്. അലക്സ്, എനിക്ക് ഡിവോഴ്സ് വേണം. അതും പറഞ്ഞ് അവള് വിവാഹമോതിരം ഊരി മാറ്റിയതും ആ സെക്കൻഡിൽ തന്നെ അവന് പൊട്ടിത്തെറിച്ചിരുന്നു. അതോടെ ആ വട്ടുകുടുംബ കാര്യം ഹുദാഹവ. ആ നിമിഷമാണ് ഗ്രേസ് ടേബിളിന്റെ ചെയറിലിരിക്കുന്ന ഒരു രൂപത്തെ കാണുന്നതും. ആ മുതലാണ് ലേബയിൽ. അയാളുടേതായിരുന്നു ആ കാർഡിന്റെ പെട്ടിയും. അങ്ങനെ നമ്മുടെ ഗ്രേസ് വിജയകരമായിട്ട് ഗെയിം പൂർത്തിയാക്കി വീടിന്റെ വെളിയിലേക്ക് വരുന്നു. അപ്പോഴേക്കും വീടിന്റെ അകം മുഴുവനും നല്ല രീതിയിൽ തീ പടർന്നിരുന്നു. ഇന്നലെ കല്യാണം നടന്ന വീടാണ്. ഇന്നത്തെ കോലം കണ്ടില്ലേ. അവളൊരു സിഗരറ്റ് ഒക്കെ വലിച്ച് നല്ല മാസായിട്ടിരിക്കുമ്പോഴേക്കും പോലീസും റെസ്ക്യൂ ടീമും എല്ലാം അവിടെ എത്തിയിരുന്നു. മാഡം, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഏതോ ഒരു പോലീസുകാരൻ ചോദിച്ചതാണ്. അവരുടെ വിചാരം തീപിടുത്തത്തിലെ എല്ലാവരും മരിച്ചു, ഗ്രേസ് മാത്രം രക്ഷപ്പെട്ടെന്നാണ്. സാറ്റും പൂട്ടും കളിച്ചതാണെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ കത്തിച്ചാമ്പലാകുന്ന വീടും അതിനു മുന്നിലിരുന്ന് സിഗരറ്റ് വലിക്കുന്ന ഗ്രേസിനെ കാണിച്ചുകൊണ്ട് റെഡി ഓർ നോട്ട് എന്ന മൂവി ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണുവരെ നന്ദി.